ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഭയപ്പാടിന്റെയും ഞെരുക്കത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും എല്ലാം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിനിന്റെ വാക്കായിക്കൊണ്ട് അവനിൽ നിന്ന് വരേണ്ട വാക്കാണ് ഹസ്ബല എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം ഉറപ്പിച്ചവനല്ലാതെ, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച് അത് ജീവിതത്തിൽ തെളിയിക്കുന്നവനല്ലാതെ ആ വാക്ക് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുലേക്ക് ഇടനിലക്കാരായിക്കൊണ്ടും അള്ളാഹുലേക്ക് ശുപാർശകരായിക്കൊണ്ടും അള്ളാഹുലേക്ക് പകരക്കാരായിക്കൊണ്ടും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന, മറ്റുള്ളവരോട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വാക്ക് പറയാൻ സാധിക്കുകയില്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് സൂറത്തു സുമറിൽ നമുക്ക് കാണാം. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. നബിയെ, നീ എങ്ങാനും ആ മുശ്രിക്കീങ്ങളോട്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരോട്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരോട്, അവരോട് നീ ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ഈ കാണുന്ന ആകാശത്തെ ഒരുക്കിയത് ആരാണ്? ഭൂമിയെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ആരാണ്? അതിനകത്തുള്ള ഓരോ സൃഷ്ടികളെയും ഒരുക്കിയവൻ ആരാണ്? അവർ പറയും അത് അല്ലാഹുവാണ് എന്ന്. അവരത് അല്ലാഹുവാണെന്ന്. എന്നിട്ട് പറയുകയാണ്, ഖുൽ, നബി അവരോട് ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. നിനക്ക് വല്ല ബോധവുമുണ്ടോ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അള്ളാഹുവിന് പുറമെ എന്തിനെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത് എന്ന്? അള്ളാഹുവിന് പുറമെ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന്? ഏതെങ്കിലും ഖബറിനെയോ, ഏതെങ്കിലും ജാറത്തിനെയോ, ഏതെങ്കിലും മനുഷ്യരെയോ, വ്യക്തികളെയോ, കല്ലിനെയോ, മരത്തിനെയോ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും അത് നീക്കം ചെയ്യാൻ സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ, എനിക്ക് അള്ളാഹു ഒരു കാരുണ്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തടഞ്ഞു വെക്കാൻ, പിടിച്ചു വെക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഖുൽ, നബിയെ പറയുക, ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അതുകൊണ്ട് നബിയെ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നവർ അവന്റെ മേലെയാണ് ബരമേൽപ്പിക്കേണ്ടത്. അഥവാ ബരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിലാണ് ബരമേൽപ്പിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദൃഢത പൂർത്തീകരിക്കുന്ന, അള്ളാഹുവിന്റെ മേലുള്ള ഭയവും പ്രതീക്ഷയും പൂർത്തീകരിക്കുന്ന ഒരു വാക്കാണ് ഹസ്ബല എന്നുള്ളത്. അതിന്റെ ആശയത്തെ മനസ്സിലാക്കുക, ചിന്തിക്കുക. ജീവിതത്തിലെ ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ ഈ വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ അതിന്റെ ആശയത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ.